ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അർത്തുങ്കൽ സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്കയുടെ മുൻപിലാണ്. എൻ്റെ ബാക്കിൽ നോക്കി കാണാം അർത്തുങ്കൽ പള്ളിയുടെ ആ കാഴ്ച. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയുമായാണ്. കഴിഞ്ഞ വീഡിയോ ആലപ്പുഴ ബീച്ച് മുതൽ അർത്തുങ്കൽ പള്ളി വരെയാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തത്. ആ വീഡിയോ ഒരുപാട് പേര് കണ്ടു. ഏകദേശം 27,000 പേരാണ് ആ വീഡിയോ കണ്ടത്. നല്ല അഭിപ്രായമായിരുന്നു ആ വീഡിയോയ്ക്ക്. ഇനി എൻ്റെ ഈ വീഡിയോ അർത്തുങ്കൽ മുതൽ അങ്ങ് ചെല്ലാനം വരെയോ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി വരെയോ ചെയ്യണമെന്നായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം. ഞാൻ കമൻറ്റ് ബോക്സിൽ എല്ലാവരുടെയും വീഡിയോ അഭിപ്രായം കണ്ടു. എല്ലാവർക്കും ഞാൻ അതിന് മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഈ വീഡിയോ ഞാൻ ഈ അർത്തുങ്കൽ മുതൽ ചെല്ലാനം വരെ നീട്ടുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഓരോരോ പള്ളികൾ എല്ലാം ഞാൻ തന്നെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഈ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൂടാതെ ഈ വീഡിയോയുടെ മുകൾ ഭാഗത്തും കൊടുത്തേക്കാം. ആ ലിങ്കിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ കഴിഞ്ഞ വീഡിയോ കാണാൻ പറ്റും. അതുകൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, എൻ്റെ 1ഉം 2ഉം വീഡിയോ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. കണ്ടെന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ആ ഒരു പ്രയോജനം നിങ്ങൾക്കത് മനസ്സിലാകുകയുള്ളൂ. പിന്നെ വന്നിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്കിവിടുന്ന് ആർത്തുങ്കൽ നിന്ന് വടക്കോട്ട് പോയപ്പോൾ ഒരുപാട് ദേവാലയങ്ങളുണ്ട്. അവിടുത്തെ ഒരുപാട് വൈദികർ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കുന്നതിനും ഒരുപാട് സ്നേഹം നിറഞ്ഞ സംസാരവും എല്ലാം തന്നെ എനിക്ക് ഇവർ തന്നു. പ്രത്യേകിച്ച് ആയിരന്തൈ പള്ളി, വെട്ടക്കൽ പള്ളി, അഴീക്കൽ പള്ളി, മനക്കോടം പള്ളി, അങ്ങനെ പല സ്ഥലത്ത് ഇടവക വികാരിമാർ എനിക്ക് നല്ല സ്നേഹവും സന്തോഷവും പകർന്നു തന്നു. ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളും പകർന്നു തന്നു. എല്ലാവർക്കും നന്ദിയും സ്നേഹവും കടപ്പാടും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. ഇനി ഞാൻ അക്കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് ദേവാലയങ്ങൾ പണിയുന്നുണ്ട് ഈ ആലപ്പുഴ നമ്മുടെ അർത്തുങ്കൽ മുതൽ ചെല്ലാനം വരെ. ഈ ദേവാലയങ്ങളുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ആരംഭിക്കുകയാണ്. നമുക്കെൻ്റെ വീഡിയോയിലെ കാഴ്ചകളിലേക്ക് പോകാം. നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടാതെ ഈ വീഡിയോ സ്കിപ്പാകാതെ മുഴുവൻ കാണുകയും വേണം കേട്ടോ. ഇന്നത്തെ എൻ്റെ യാത്രയിൽ അർത്തുങ്കൽ മുതൽ അങ്ങ് വടക്കോട്ട് പോവുകയാണ് ഞാൻ. അപ്പോൾ ആദ്യം കാണിക്കുന്ന പള്ളിയാണ് സെൻറ്റ് ജോർജ് റോമൻ കാത്തലിക് ചർച്ച് അർത്തുങ്കൽ പള്ളിയുടെ വടക്കോട്ട് മാറിയുള്ള ഒരു പള്ളിയാണ്. ആ പള്ളി കാഴ്ച കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ആ പള്ളി, സെൻറ്റ് ജോർജ് ചർച്ച് അർത്തുങ്കൽ. കൊച്ചി രൂപതയുടെ കീഴിലുള്ള ഒരു ദേവാലയമാണിത്. അതിമനോഹരമായ ഒരു വലിയ ദേവാലയം. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുരിശടിയുണ്ട്. ആ കുരിശടിയുടെ കാഴ്ച കാണിച്ചു തരാം. സെൻറ്റ് ജോർജിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട് ഇവിടെ കുരിശടിയിൽ. ഇതാണ് നമ്മുടെ അർത്തുങ്കൽ സെൻറ്റ് ജോർജ് പള്ളിയുടെ കാഴ്ചകൾ. ഇനി നമുക്ക് അടുത്ത പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. അടുത്ത എൻ്റെ പള്ളി ആയിരന്തൈ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു പള്ളിയാണ്. ആയിരന്തൈ ലിറ്റിൽ ഫ്ലവർ ചർച്ച്. ഈ കാണുന്നതാണ് ആ പള്ളി. തൊട്ടടുത്ത് തന്നെ ദേവാലയത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ആ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്നവർ ഇങ്ങനെ ഈ തീരദേശത്തിലൂടെ പോകുമ്പോൾ ധാരാളം പള്ളികൾ പണിയുന്നുണ്ട്. ആ നിർമ്മാണത്തിലിരിക്കുന്ന പള്ളികളുടെയൊക്കെ പള്ളി എത്രയും വേഗം പൂർത്തിയാകുവാൻ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് ആയിരന്തൈ ലിറ്റിൽ ഫ്ലവർ ചർച്ച്. നമുക്കിനി അടുത്ത പള്ളിയുടെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത് ഞാൻ കാണിക്കുന്ന പള്ളിയാണ് ഒറ്റമശ്ശേരിയിലെ പള്ളിയാണ് സെൻറ്റ് ജോസഫ് ചർച്ച് ഒറ്റമശ്ശേരി. ഇത് ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള പള്ളി തന്നെയാണ്. സെൻറ്റ് ജോസഫ് ചർച്ച് ഒറ്റമശ്ശേരി. പള്ളിയുടെ മുൻഭാഗം ഇതാണ്.
ഇത് കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പള്ളി തന്നെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കടൽ. തൊട്ടടുത്ത് തന്നെയാണ് കടൽ. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പള്ളിയാണ് ഒറ്റമശ്ശേരി സെൻറ് ജോസഫ് ചർച്ച്. ഈ കാണുന്നത് പള്ളിയുടെ ഒരു സൈഡിലത്തെ വ്യൂ ആണ്. ഇതാണ് ഒറ്റമശ്ശേരി പള്ളിയുടെ കാഴ്ചകൾ. നമുക്കിനി അടുത്ത പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. തീരദേശ റോഡിലുള്ള യാത്രയിൽ അടുത്ത് ഞാൻ കാണിക്കുന്ന പള്ളിയാണ് സെന്റ് ആന്റണീസ് ചർച്ച് വെട്ടക്കൽ. വെട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ദേവാലയമാണ് ഞാൻ അടുത്ത് കാണിക്കുന്നത്. ഈ കാണുന്നതാണ് ആ പള്ളി. അന്തോണിയോസ് പുണ്യാളച്ചൻ നാമധേയത്തിലുള്ള ദേവാലയമാണ് സെന്റ് ആന്റണീസ് ചർച്ച് വെട്ടക്കൽ. ആലപ്പുഴ രൂപതയിലുള്ള പള്ളിയാണിത്. ഇതാണ് പള്ളിയുടെ മോണ്ടളത്തിലെ അന്തോണിയോസ് പുണ്യാളച്ചൻ്റെ ഒരു രൂപമുണ്ട്. ഇതാണ് ആ പള്ളിയുടെ സൈഡിലത്തെ കാഴ്ച. സെന്റ് ആന്റണീസ് ചർച്ച് വെട്ടക്കൽ. നമുക്ക് അടുത്ത പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. അടുത്ത് ഞാൻ നിൽക്കുന്ന പള്ളി, ഈ സ്ഥലം വരുന്നത് അഴീക്കലാണ്. അഴീക്കൽ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ച്. അതായത് കേരളത്തിലെ ഗോവൻ പള്ളി എന്നറിയപ്പെടുന്ന ഒരു കരിങ്കല്ലിൽ തീർത്ത ഒരു പള്ളിയായിരുന്നു. ഞാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാനിതിനു മുമ്പ് ഈ പള്ളി പൊളിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഈ പള്ളി ഇവിടെ പൊളിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് പണി നടക്കുകയാണ്. ഇതാണ് സെന്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ച്, ഗോവ ഓഫ് ദ സൗത്ത്, അഴീക്കൽ. ഈ പള്ളി പൊളിച്ച് പണിയാണ്. ഇതിൻ്റെ ഒരു ചെറിയ ആ കാണുന്ന സ്ഥലത്താണ് ഇപ്പോൾ കുർബാന നടക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ആ പള്ളിയുടെ കാഴ്ചയിലേക്ക് പോകുന്നില്ല. നമുക്ക് ഈ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് തീരുവാൻ വേണ്ടി സർവ്വചന പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈ കാണുന്നതാണ് ആ പള്ളിയുടെ ഒരു കുരിശടി. അവിടെ പണി നടക്കുന്നുണ്ട് പള്ളിയുടെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇത് കടലിനോട് ചേർന്നുള്ള പള്ളി തന്നെയാണ്. ആ കാണുന്നതാണ് കടൽ. അപ്പോൾ നമുക്ക് അടുത്ത പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അന്ധകാരനഴി ബീച്ചിനോട് ചേർന്നുള്ള അതിമനോഹരമായ ഒരു ദേവാലയത്തിൻ്റെ മുൻവശത്താണ്. ക്രിസ്തുരാജ സന്നിധാനം എന്നറിയപ്പെടുന്ന അന്ധകാരനഴിയുള്ള ഒരു കൊച്ചു ദേവാലയമാണ്. കാണുവാൻ നല്ല ഭംഗിയുള്ള ഒരു ദേവാലയം. ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള ഒരു ദേവാലയം തന്നെയാണിത്. ഇത് കാണുവാൻ നല്ല ഭംഗിയാണ്. ഈ കാണുന്നതാണ് ഈ പള്ളിയുടെ ഉൾവശം. ഇതിൻ്റെ ഈ സൈഡിൽ തന്നെ വേറെ കുരിശടിയുണ്ട്. ഇതാണ് ക്രിസ്തുരാജ സന്നിധാനം, അന്ധകാരനഴി. നമുക്കിനി അടുത്ത പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. അടുത്തത് ഞാൻ പോയത് മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ദേവാലയത്തിലേക്കാണ്. ആ പള്ളിയുടെ കാഴ്ചകൾ. ആലപ്പുഴ ബീച്ചിലുള്ള കാഴ്ചയിൽ അടുത്ത് ഞാൻ പോയത് സെൻറ് മേരീസ് ചർച്ച്, മനക്കോടം പാട്ടം. മനക്കോടം എന്ന് പറയുന്ന ദേവാലയമാണിത്, സെൻറ് മേരീസ് ചർച്ച്. ഇത് ആലപ്പുഴ രൂപതയിലുള്ള പള്ളി തന്നെയാണ്. പള്ളിയുടെ മുൻഭാഗത്തെ കാഴ്ചയിലേക്ക് പോകാം. ഇതാണ് മനക്കോടത്തുള്ള ആ മനോഹരമായ ദേവാലയം. ആലപ്പുഴയുടെ തീരദേശ റോഡിലൂടെ വരുമ്പോൾ മാതാവിൻ്റെ നാമത്തിലുള്ള ചുരുക്കം ചില പള്ളികളിൽ ഒന്നാണ് ഈ മനക്കോടം പള്ളി. ഇനി അടുത്ത പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. അടുത്ത് ഞാൻ പോയേക്കുന്നത് പള്ളിത്തോട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയാണ്. അവിടെ പുതിയ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഒരു ഹാളിലാണ് അവരിപ്പോൾ തിരുക്കർമ്മങ്ങൾ എല്ലാം നടത്തുന്നത്. കുർബാനയും എല്ലാം ഇതിലാണ് നടക്കുന്നത്. നമുക്കിനി അടുത്ത പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ ഈ റോഡിലൂടെ വരുമ്പോൾ പള്ളിത്തോട് കഴിയുമ്പോൾ ചെറിയ ഒരു ചാപ്പലുണ്ട്.
സെൻറ് ആന്റണീസ് ചാപ്പൽ, ചാപ്പക്കടവ്. ചാപ്പക്കടവ് എന്ന സ്ഥലത്തെയാണത്. ചാപ്പക്കടവ് പള്ളിത്തോട്. ഈ കാണുന്നതാണ് ആ ചാപ്പല്. ഒരു ചെറിയ ദേവാലയമാണ്. അത് പള്ളിത്തോടിനും ചെല്ലാനത്തിനും ഇടയിലുള്ള സ്ഥലമാണ് ചാപ്പക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം. സെൻറ് ആന്റണീസ് ചർച്ച്, ചാപ്പക്കടവ്, പള്ളിത്തോട്. അടുത്തതാണ് സെൻറ് ജോർജ് ചർച്ച്, തെക്കേ ചെല്ലാനം. ഈ പള്ളിയുടെ കാഴ്ചകൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഇവിടുത്തെയും പള്ളി പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പള്ളി അവർ പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ പള്ളിയുടെ കാഴ്ചകൾ കാണിക്കാൻ സാധിക്കത്തില്ല. ഈ കാണുന്നതാണ് ആ പണിയുന്ന പുതിയ പള്ളിയുടെ കാഴ്ചകൾ. എത്രയും പെട്ടെന്ന് ഈ പള്ളിയുടെ പണി തീരുവാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നല്ലൊരു ദേവാലയം ഇവിടെ ഉണ്ടാകട്ടെ. ഇതിൻ്റെ പണി കഴിയുമ്പോൾ നമുക്ക് ഇതിന് നല്ലൊരു വീഡിയോ എടുക്കാൻ സാധിക്കും. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ ഞാൻ ചെല്ലാനത്ത് വന്നപ്പോൾ ചെല്ലാനത്ത് ആദ്യത്തെ ഒരു പള്ളി കാണിച്ചു. അത് തെക്കേ ചെല്ലാനമായിരുന്നു. ഈ കാണുന്നത് ചെല്ലാനത്തുള്ള വേറൊരു പള്ളി തന്നെയാണ്. ചെല്ലാന ഹാർബറിനോട് ചേർന്നുള്ള ഒരു പള്ളി. ഈ പള്ളിയുടെ പേരാണ് സെൻറ് സേവിയേഴ്സ് ചർച്ച്, സേവ്യർദേസ്, ചെല്ലാനം. ഇതാണ് ആ പള്ളി. അതിമനോഹരമായിട്ടുള്ള പള്ളിയാണത്. ഈ പള്ളിയുടെ പുറകുവശത്താണ് പായ്ക്കപ്പലിൻ്റെ ആകൃതി നിർമ്മിച്ചിരിക്കുന്ന ഒരു കുരിശുപള്ളിയുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ചെല്ലാനം ഫിഷിംഗ് ഹാർബർ വരുന്നത്. ഇതെല്ലാം ഈ പള്ളിയുടെ പുറകുവശത്താണ്. ഈ കപ്പൽ പള്ളിയുടെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, ഇതിന് മുകളിൽ ഞാൻ കൊടുത്തേക്കാം. ഞാനിപ്പോൾ തീരദേശ റോഡിലൂടെ ചെല്ലാനത്ത് വന്നപ്പോൾ ഇതുകൂടെ കൂട്ടി 3 പള്ളികൾ കാണിച്ചു. തെക്കേ ചെല്ലാനം, അത് കഴിഞ്ഞ് ചെല്ലാനം മധ്യഭാഗത്തുള്ളൊരു പള്ളി, അടുത്ത പള്ളിയാണ് വടക്കേ ചെല്ലാനത്തുള്ള ഈ പള്ളി, സെൻറ് സെബാസ്റ്റ്യൻസ് ചർച്ച്, ചെല്ലാനം. കൊച്ചി രൂപതയുടെ കീഴിലുള്ള ഒരു ദേവാലയമാണ് സെൻറ് സെബാസ്റ്റ്യൻസ് ചർച്ച്, ചെല്ലാനം. നമുക്കിനി പള്ളിയുടെ മുൻഭാഗത്തെ കാഴ്ചകളിലേക്ക് പോകാം. കടലിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന ചെല്ലാനം പള്ളിയുടെ മുൻഭാഗമാണ് ഈ കാണിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു വലിയ പള്ളിയാണിത്, വടക്കേ ചെല്ലാനത്തുള്ള പള്ളി. ഇതാണ് എൻ്റെ വീഡിയോയിലെ ഏറ്റവും അവസാനം കാണിക്കുന്ന ദേവാലയം. ഇതോടുകൂടി അർത്തുങ്കൽ മുതൽ ചെല്ലാനം വരെയുള്ള പള്ളിയുടെ കാഴ്ചകൾ അവസാനിച്ചിരിക്കുകയാണ്. നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.